ഹലോ ദോസ്തോ, വെൽക്കം ബാക്ക് ടു ഹിന്ദി യൂണി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളൊരു ഹിന്ദി സംസാരിക്കുന്ന ഒരു സ്ഥലത്തെത്തിയെന്ന് വിചാരിക്കുക. നോർത്ത് സൈഡ് ഓഫ് ഇന്ത്യയിൽ എത്തിയെന്ന് വിചാരിക്കുക. ആ സമയത്ത് നമുക്കൊരു ട്രെയിൻ കിട്ടണം. നമ്മളുടെ നാട്ടിലേക്ക് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ട്രെയിൻ വേണം. അത് നമ്മൾ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് എൻക്വയറി നടത്തണം. അത് ഹിന്ദിയിൽ വേണ്ടേ നടത്താൻ? അപ്പോൾ അതിൻ്റെ കുറച്ച് ചോദ്യങ്ങളും അതിന് കിട്ടുന്ന ഉത്തരങ്ങളും നമുക്കിന്ന് പഠിക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, നമ്മൾ പോയിട്ട് എൻക്വയറി നടത്താണ്. എനിക്ക് കോഴിക്കോടേക്ക് ഒരു ടിക്കറ്റ് വേണം. നിങ്ങളുടെ സ്ഥലം എന്താണെങ്കിലും നിങ്ങൾക്ക് അവിടെ ചേർക്കാം. ഞാനിപ്പോൾ കോഴിക്കോടാണ് ചേർക്കുന്നത്. എനിക്ക് കോഴിക്കോടേക്ക് ഒരു ടിക്കറ്റ് വേണം. ഇതെങ്ങനെ നമുക്ക് ഹിന്ദിയിൽ പറയാം? മുജേ കോഴിക്കോട് കേലിയെ ഏക് ടിക്കറ്റ് ചാഹിയേ എന്ന് പറയാം. മുജേ കോഴിക്കോട് കേലിയെ ഏക് ടിക്കറ്റ് ചാഹിയേ. സിമ്പിളായിട്ട് പറയാം. അപ്പോൾ നമ്മൾ വീണ്ടും ചോദിക്കുകയാണ്, അടുത്ത ട്രെയിൻ എപ്പോഴാണ്? നമുക്കറിയില്ലല്ലോ, നമ്മളിപ്പോൾ അവിടെ എത്തിയിട്ടേ ഉള്ളൂ. അടുത്ത ട്രെയിൻ എപ്പോഴാണ്? അപ്പോൾ അതെങ്ങനെ ഹിന്ദിയിൽ ചോദിക്കുക? അഗ്ലി ട്രെയിൻ കബ് ഹേ. അഗ്ലി ട്രെയിൻ കബ് ഹേ. അഗ്ലി ട്രെയിൻ എന്ന് പറഞ്ഞാൽ അടുത്ത ട്രെയിൻ. കബ് ഹേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ്? അഗ്ലി ട്രെയിൻ കബ് ഹേ. അടുത്ത ട്രെയിൻ എപ്പോഴാണ്? അപ്പോൾ ഇനി അടുത്ത ചോദ്യം, അതായത് നമുക്കറിയില്ല നമ്മൾ അവിടെ കോഴിക്കോടേക്ക് റീച്ച് ചെയ്യാൻ എത്ര ടൈം എടുക്കുമെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് ചോദിക്കുകയാണ്. അവിടെ എത്താൻ എത്ര സമയം എടുക്കും, ഏകദേശം എത്ര സമയം എടുക്കുമെന്ന് നമ്മൾ എൻക്വയറി ചെയ്യാണ്. അതെങ്ങനെയാണ് ചോദിക്കുക? വഹാ പहुंचने में कितने टाइम लगेंगे. വഹാ पहुंचने में कितने टाइम लगेंगे. അല്ലെങ്കിൽ നമുക്ക് സമയം എന്നും ചോദിക്കാം. ടൈം എന്നുള്ളതിന് പകരം വഹാ പहुंचने में कितने समय लगेंगे. അപ്പം നമ്മൾ ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പം നമ്മൾ അവർ നമുക്കൊരു മറുപടി തരണ്ടേ? ഈ മറുപടിയും കൂടെ ഏകദേശം ഒരു രൂപം ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മൾ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായി, ഇനി അടുത്ത ട്രെയിൻ കോഴിക്കോടേക്ക് എപ്പോഴാണ് ഉള്ളതെന്ന് ചോദിച്ചില്ലേ? അതിനവർ മറുപടി തരികയാണ്, ഇനി അടുത്ത ട്രെയിൻ രാവിലെ 10:30-ക്കാണെന്ന് മറുപടി തരികയാണ്. ഏകദേശം ഒരു ഉദാഹരണമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഹിന്ദിയിൽ അവർ പറയാമെന്ന് പറഞ്ഞുതരാം. അഗ്ലി ട്രെയിൻ സുബ 10:30 ബജെ ഹേ. അഗ്ലി ട്രെയിൻ സുബ 10:30 ബജെ ഹേ. 10:30 എന്ന് പറഞ്ഞാൽ എന്താണ്? 10:30. സുബ എന്ന് പറഞ്ഞാൽ രാവിലെ. അഗ്ലി ട്രെയിൻ എന്ന് പറഞ്ഞാൽ അടുത്ത ട്രെയിൻ. അടുത്ത ട്രെയിൻ രാവിലെ 10:30-ക്കാണ്. അഗ്ലി ട്രെയിൻ സുബ 10:30 ബജെ ഹേ. ഇനി അടുത്തത് നമ്മളൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായി, അവിടെ എത്താൻ എത്ര സമയം എടുക്കും? വഹാ പहुंचने में कितने समय लगेंगे. അത് നമ്മൾ ചോദിച്ചിട്ടില്ലേ? അപ്പം ഇതിനൊരു മറുപടി അവർ തരികയാണ്. ഏകദേശം ഒരു 2-3 മണിക്കൂർ എടുക്കും എന്ന് അവർ മറുപടി തരും. ഏകദേശം 3 മണിക്കൂർ എടുക്കും എന്ന് പറയാനാണെങ്കിൽ ഇത് ഹിന്ദിയിൽ ലഗ്ഭഗ് 3 घंटे लगेंगे. ലഗ്ഭഗ് 3 घंटे लगेंगे വഹാ पहुंचने में. അവിടെ എത്താൻ ഏകദേശം 3 മണിക്കൂർ എടുക്കും. ഇനിയിപ്പോൾ നമ്മൾ ഡൽഹിയിലൊക്കെ ആണെന്നെങ്കിൽ തിരിച്ച് കോഴിക്കോടേക്ക് എത്താൻ ഏകദേശം ഒരു 2 ദിവസം എടുക്കും. അപ്പം അത് പറയാനാണെങ്കിൽ വഹാ പहुंचने में लगभग 2 दिन लगेंगे. അവിടെ എത്താൻ ഏകദേശം 2 ദിവസം എടുക്കും എന്ന് പറയും. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. മിൽത്തെ ഹെ അഗ്ലേ വീഡിയോ में, तब तक के लिए बाय बाय.